അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജിക്ക് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തി. താരസംഘടനയായ അമ്മയെ തകർത്ത ദിവസമാണ് ഇന്ന്. സംഘടന നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയത്. ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ തയ്യാറല്ല. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പുഴ രാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു. എല്ലാവരുടെയും മാമുപ്പയ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പിൽ എടുത്തു. അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ താരസംഘടനയുടെ യോഗത്തിൽ, ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അങ്ങനെ പൊടുന്നനവെ എല്ലാവരും രാജിവെച്ച് അങ്ങ് ഒഴിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുള്ളിൽ ഉണ്ടായ രൂക്ഷമായ ഭിന്നത തന്നെയാണെന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്നു. പലരും സ്വകാര്യ സംഭാഷണങ്ങളിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജഗദീഷിനു പിന്നിൽ ഒരു വിഭാഗം അണിനിരക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. യുവാക്കളും വനിതാ താരങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടും. യുവാക്കളുടേതായ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിൻ്റെ സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. പൃഥ്വിരാജിനെ മുന്നിൽ നിർത്തി ചില നീക്കങ്ങൾ നടന്നത് അനൗപചാരികമായാണെങ്കിലും അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കേവലം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവരും രാജിവെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് രാജിവെച്ചില്ലെങ്കിൽ വലിയ ഭിന്നതയിലേക്ക്, അതൊക്കെ മറനീക്കി പുറത്തു വരുന്ന സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുമായിരുന്നു എന്നൊരു ഘട്ടം ആ സംഘടന മുന്നിൽ കണ്ടിരുന്നു എന്നത് വസ്തുതയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും ഈ അമ്മയിലെ ഭിന്നതയും പടലപ്പിണക്കവും ഒന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഉടലെടുത്ത കഥയല്ല. അത് ഏറെ നാളുകളായി ഉള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് പിന്നാലെ ചില അസ്വാരസ്യങ്ങളും അമ്മയിലെ ഭിന്നതയുമൊക്കെ അതോടുകൂടി ഉടലെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന ഏറെ നാളുകൾ അമ്മ മൗനം പാലിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പിന്നീടുള്ള വിമർശനങ്ങൾക്കും വീണ്ടും ഒരു വിഭാഗീയതയിലേക്കും ഭിന്നതയിലേക്കുമൊക്കെ അമ്മയെ വീണ്ടും തള്ളിവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൽ ഏറെ നാളുകൾക്ക് ശേഷം വിമർശനങ്ങൾക്കൊടുവിൽ അമ്മ നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിൽ സിദ്ദിഖ് സ്വീകരിച്ച ചില നിലപാടുകൾ അത് തെറ്റായിരുന്നുവെന്നും ഒപ്പം അമ്മ ഇതിൽ നിലപാട് നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വാർത്താ സമ്മേളനത്തിന് സമാന്തരമായി നടൻ ജഗദീഷ്, വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് മറ്റൊരു വാർത്താ സമ്മേളനം നടത്തുന്നു. അതോടുകൂടി ഈ അമ്മയ്ക്കുള്ളിലെ ഭിന്നത കൂടുതൽ മറ നീക്കി പുറത്തു വരികയായിരുന്നു. അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായി അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ ജഗദീഷ് വളരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ടാണ്. മറ്റൊരു നേതൃത്വ പാടവം ജഗദീഷിൽ പല താരങ്ങളും കാണുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല വീഴ്ചകളും അമ്മയ്ക്കുണ്ടായി എന്ന് പറയുമ്പോൾ ജഗദീഷിന് പിന്നിൽ അണിനിരക്കാൻ വലിയ ഒരു കൂട്ടം ആളുകൾ എത്തുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ മറ്റ് പുതുതലമുറയിലെ താരങ്ങളായാലും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അമ്മയിലെ പുതുതലമുറ താരങ്ങൾ പോലും ജഗദീഷിൻ്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതായത് അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ മറ്റൊരു വലിയ താരമായി ജഗദീഷ് വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയത്. എന്തായാലും അതിന് പിന്നാലെ ഇന്നത്തെ കൂട്ടരാജിക്ക് പിന്നാലെ അത്തരത്തിലുള്ള വിമർശനങ്ങളും അമ്മയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതായത് ജഗദീഷിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ നിയന്ത്രണം അത്തരത്തിലൊരു കൈകളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിമർശനമടക്കം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടാവാൻ പോവുക? ഇത്തരത്തിൽ നമ്മൾ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് പോലെ, വിമർശനങ്ങൾ വരുന്നത് പോലെ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം രൂപീകരിക്കപ്പെട്ട് അവർ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. അതിൽ പുതുതലമുറയിലെ താരങ്ങൾ ഉണ്ടാകുമോ? ഒരു തലമുറ മാറ്റത്തിന് തന്നെ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും അങ്ങനെയുള്ള കഥകളും അമ്മയിലെ കുട്ടരാജിക്ക് പിന്നാലെ പരക്കുന്നുണ്ട്. വിജയകുമാർ. സംഘടനയിലെ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പല വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അശ്വിൻ സൂചിപ്പിച്ച പല സംഗതികളും അതിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ അങ്ങ് രാജിവെച്ചതല്ല, രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. അല്ലെങ്കിൽ ആ സംഘടനയ്ക്കകത്തെ തന്നെ സമ്മർദ്ദങ്ങളും സാമൂഹ്യ സമ്മർദ്ദവും ഒക്കെ ആ രാജിയിലേക്ക് എത്തിച്ചതാണ് എന്നതാണ് ഏറ്റവും ഒടുവിലും ലഭ്യമാകുന്ന വിവരങ്ങൾ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.